ഉന്നയിച്ച വ്യക്തി ആണാണോ പെണ്ണാണോ എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. ഷാനു എന്നു പേരുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയായിരുന്നു ആരോപണത്തിന്റെ തുടക്കം. അയാൾ ഇങ്ങനെ എഴുതി: എന്റെ വ്യക്തിപരമായ ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ചറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എന്റെ ഫോൺ നമ്പർ വാങ്ങി. എന്നാൽ അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും അറിഞ്ഞ ഒരു വിഷയമാണ്. അതായത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വന്ന ഒരു ആരോപണം, അതായത് പെണ്ണ് കേസ്. നിങ്ങളെല്ലാവരും അത് പറയാൻ പോലും എനിക്ക് അത്രയും പെർഫെക്റ്റായിട്ട് തോന്നുന്നില്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യ. ആ ഒരു വിഷയം വന്നതോടുകൂടി ഒരു 2 ഫോട്ടോയാണ് ഒരു ഷനു എന്ന് പറയുന്ന എന്തോ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ തങ്ങളവരുടെ ഫോട്ടോ ഇങ്ങനെ സ്മോർഫ് ചെയ്ത്, അതായത് ഡീപ്പ് ഫേക്ക് ഫോട്ടോ ചെയ്ത് അതിനിങ്ങനെ അപ്ലോഡ് ചെയ്ത് കുറേ വിഷയങ്ങൾ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. പ്രൈവറ്റായിട്ട് ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞ് പല കള്ളത്തരം ഇങ്ങനെ വിളിച്ച് പറയുകയുണ്ടായിരുന്നു. ഞാനൊരു വിഷയം പറയട്ടെ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മം എന്ന് പറയുന്നത്, ഈ വിഷയം വന്നതോടുകൂടി അതിനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും കൂടി പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സത്യത്തിൽ അത് ആരുടെ ഫോട്ടോ ആണ് അതുപോലെ തങ്ങളുടെ മുഖം വെച്ചത്, അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഫോട്ടോ പുറത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തങ്ങളെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പല പള്ളികളുടെ ഖാദിയാണ്, മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും കൂടിയായിട്ട് ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. എന്നാൽ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മീഡിയക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു വിഷയം വരുന്ന സമയത്ത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഒരു ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ന്യൂസ് ചാനലിൽ, ചില ചാനലുകളിൽ, എല്ലാ ചാനലിലും പറയുന്നില്ല, ചില ചാനലുകളിൽ അത് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ന്യൂസ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ എല്ലാവരും നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ന്യൂസ് ചാനൽ അടക്കം ആദ്യം വന്ന സമയത്ത് ഈ ഒരു ന്യൂസ് സത്യമാണോ അല്ലേ എന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ അവർ അതിനെ വിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് അവർ ന്യൂസൊന്നും കാണാനില്ല, ആ ഒരു പേജ് കാണാതെ, അതായത് പേജ് നോട്ട് ഫൗണ്ട് എന്ന രീതിയിലൊക്കെ ഇങ്ങനെ എഴുതി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ ഇല്ലായ്മയാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പല രീതിയിൽ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പല രീതിയിൽ നമ്മെ അവഹേളിക്കാനും ജനങ്ങളുടെ മുമ്പിൽ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരൊക്കെ അതിന് എതിരായി കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തുടർന്ന് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഞാൻ വന്നത് ന്യൂസ് ചാനലിൽ അതിന് ശേഷം വന്ന ഒരു ന്യൂസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ന്യൂസ് 18 തോന്നുന്നു. സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാജ ആരോപണമെന്ന പരാതിയിൽ കേസ്. മുസ്ലിം ലീഗ് പരാതിയിൽ മലപ്പുറം സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. സാദിഖ് അലി തങ്ങളെ പിന്തുണച്ച് KT ജലീലും രംഗത്തെത്തി. സാദിഖ് അലി തങ്ങളെ അപമാനിക്കാനുള്ള ശ്രമങ്ങളിൽ കരുതിയിരിക്കണമെന്നാണ് ജലീലിന്റെ പോസ്റ്റ്. CV അനുമോദ് ചേരുന്നത്. അനുമോദ്, ചില ദൃശ്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും ഒക്കെയാണ് പ്രചരിക്കുന്നത്. അത് വലിയ വിവാദമാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെതിരെ മുസ്ലിം ലീഗ് കോടതിയെ പോലീസിനെ സമീപിച്ച പശ്ചാത്തലമുണ്ട്. അത് വ്യാജ പ്രചരണമാണ് എന്ന തരത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടല്ലോ, അല്ലെ? രഞ്ജിത്ത്, ഇന്നലെ വൈകുന്നേരമാണ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെതെന്ന് കരുതാൻ കഴിയുന്ന തരത്തിലുള്ള 2 ചിത്രങ്ങളും സഹിതം ഒരു പോസ്റ്റ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് പ്രചരിക്കാൻ തുടങ്ങിയ ഉടനെ തന്നെ ലീഗിന്റെ നേതാക്കൾ സൈബർ പോലീസിനെ സമീപിച്ചു. ഇക്കാര്യത്തിൽ അവർ പരാതിയും നൽകി. ആ പരാതിയിൽ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. അതിന് പുറമെ ഈ ഒരു അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ തേടി അവർ മെറ്റയെ സമീപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ മറ്റു പോസ്റ്റുകളൊന്നുമില്ല. ഇത് 2 ദിവസം മുൻപ് മാത്രമാണ് തുടങ്ങിയത് എന്നീ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ഇവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. അതായത് ഇത് ചില ഉദ്ദേശങ്ങൾ ഉള്ളതുപോലെ ഉദ്ദേശം വെച്ച് ഒരു അക്കൗണ്ട് തുടങ്ങി
മറ്റു പോസ്റ്റുകളൊന്നും അതിൽ കണ്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ദുരുദ്ദേശപരമായ ഒരു ലക്ഷ്യമാണ് ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നിലെന്നാണ് പ്രധാനമായിട്ടുള്ള വിലയിരുത്തൽ. ഇതിന്റെ പിന്നാലെ തന്നെ സൈബർ പോലീസിൽ പരാതി കൊടുത്തതിന് പിന്നാലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കൾ ഇക്കാര്യത്തിൽ ഫേസ്ബുക്ക് വഴി ആഹ്വാനങ്ങൾ നൽകിയിരുന്നു. ആദ്യം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇക്കാര്യത്തിൽ ലീഗിൻ്റെതായിട്ടുള്ള ഒരു പ്രതികരണം പങ്കുവച്ചത്. ഒരു വ്യാജ ഐഡിയിൽ നിന്നും ഫേസ്ബുക്ക് വന്ന പോസ്റ്റിനെതിരെ പാർട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര ഇടപെടലാവണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളെ വ്യക്തിപരമായ തേജോവധം ചെയ്യാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പാർട്ടി നിയമപരമായി നേരിടുക തന്നെ ചെയ്യും. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ ആരും വഞ്ചിതരാകരുതെന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അദ്ദേഹമാണ് ആദ്യം ഫേസ്ബുക്ക് വഴി ഇത്തരത്തിലൊരു ആഹ്വാനം നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ PMA സലാമും പി കെ നവാസ് അതുപോലെ തന്നെ പി കെ ബഷീർ തുടങ്ങിയ ലീഗിന്റെ എല്ലാ പ്രധാന നേതാക്കളും ഈ ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. രാഹുൽ സാദിഖ് അലി തങ്ങൾക്കെതിരെ സമൂഹ മാധ്യമത്തിൽ വ്യാജ ആരോപണം. അപ്പോൾ ഇതാണ് അവസ്ഥ അല്ലേ. ഏതായിട്ടും ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള വലിയ വലിയ വ്യക്തിത്വങ്ങൾ ഇരിക്കുമ്പോൾ അവർക്കെതിരെ ചില ആരോപണങ്ങൾ വരുന്ന സമയത്ത് അതിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്നാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചിട്ട് ന്യൂസ് ചാനലുകളിൽ അല്ലെങ്കിൽ ന്യൂസ് റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അല്പം ക്രോസ് ചെക്ക് ചെയ്യുക എന്നതിന് ശേഷമേ മതി ഇത്തരത്തിലുള്ള ന്യൂസുകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വന്നതോടുകൂടി കുറേ റീൽസൊക്കെ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാരൊക്കെ വീഡിയോ ചെയ്തുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഇത് തങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ചില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചതിക്കുഴിയിൽ നിന്ന് നമ്മേവരെയും അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്നും നമ്മുടെ കയ്യിലില്ല. ചിലപ്പോൾ നമ്മുടെ ഫോട്ടോയും വെച്ച് മറ്റുള്ള ആൾക്കാരുടെ ഒറിജിനൽ, അതായത് എന്തോ ഒരു പിക്ക് അതിലേക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യുന്ന കാലഘട്ടമാണ്. മാത്രമല്ല ടെലിഗ്രാമിലൊക്കെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെങ്ങന്മാരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഉമ്മയുടെ ഫോട്ടോയോ നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അല്പം ജാഗ്രത പുലർത്തുക. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ് മോർഫ് ചെയ്ത് അവർ ഡ്രസ്സ് ഇല്ലാത്ത നഗ്നരായിട്ടുള്ള ഫോട്ടോകളുടെ മുമ്പിലേക്ക് വെക്കുകയും നിങ്ങളെ രീതിയിൽ ചിത്രീകരിക്കുകയും അതിനെ ടെലിഗ്രാം വഴി മറ്റുള്ള ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുകയും ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായിട്ടും എല്ലാവരും നല്ല രീതിയിൽ സൂക്ഷിക്കുക. വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതായിട്ടും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്താണ് ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായങ്ങളുള്ളതെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയാൾ എങ്ങനെ എഴുതി? എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിനായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്ന് കണ്ടിരുന്നു. വിഷയം പരിഹരിക്കാമെന്നും പിന്നീട് വിളിച്ചറിയിക്കാമെന്നും പറഞ്ഞ് അദ്ദേഹം എൻ്റെ ഫോൺ നമ്പർ വാങ്ങി. എന്നാൽ അന്ന് രാത്രി മുതൽ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്. തുടർച്ചയായി രാത്രികാലങ്ങളിൽ അശ്ലീല പദപ്രയോഗങ്ങളും ചിത്രങ്ങളും അയക്കുകയും വീഡിയോ കോളുകളുടെ നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്തു. ആയിരക്കണക്കിന് പള്ളികളുടെ ഖാളി പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നാണ് ഇത്തരമൊരു ദുരനുഭവം എനിക്കുണ്ടായത്. ഇവിടെ നൽകിയിരിക്കുന്ന ഒരു സാമ്പിൾ ചിത്രം മാത്രമാണ്. ഏതെങ്കിലും മാധ്യമങ്ങൾ എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെയുള്ള 100 കണക്കിന് തെളിവുകൾ പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയില്ല. കേരള രാഷ്ട്രീയത്തിലെ അതിശക്തനായ ഒരു നേതാവിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എൻ്റെ ജീവന് വലിയ ഭീഷണിയുണ്ട്. അതുകൊണ്ടാണ് സ്വന്തം പ്രൊഫൈലിൽ നിന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ എനിക്ക് ഭയമുള്ളത്. എങ്കിലും ഇത്തരത്തിലുള്ള വ്യക്തിയുടെ യഥാർത്ഥ മുഖം സമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. പോലീസ് എൻ്റെ വിലാസം കണ്ടെത്തി എന്നെ സമീപിക്കുകയാണെങ്കിൽ എൻ്റെ ഫോണിലുള്ള മെസ്സേജുകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള സകല തെളിവുകളും കൈമാറാൻ ഞാൻ സന്നദ്ധമാണ്. ഈ പോരാട്ടത്തിൽ കേരളീയ സമൂഹത്തിന് പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇങ്ങനൊരു പോസ്റ്റ് ഇട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അരയ്ക്ക് മുകളിലേക്കുള്ള വസ്ത്രം ധരിക്കാത്ത 2 ചിത്രങ്ങളും ഈ ഫേസ്ബുക്ക് പേജിനൊപ്പം കൊടുത്തു. ഈ പേജ് നിർമ്മിച്ചത് തന്നെ 3 ദിവസം മുമ്പാണ്. ഇത് ബോധപൂർവ്വം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി കമ്മി ബുദ്ധിയിൽ രൂപപ്പെട്ടതാണെന്ന് തീർച്ച. അവർ വിചാരിച്ചതുപോലെ തന്നെ കമ്മികളും തീവ്ര വലതുപക്ഷക്കാരും ഇത് ഏറ്റെടുക്കുന്നു. ആവേശത്തോടുകൂടി അവർ സാദിഖ് അലി തങ്ങളെ വിചാരണ ചെയ്യുന്നു.